അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള അസ്മാഉല്ലാഹിൽ ഹുസ്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരിമാരെ, പഠിതാക്കളെ, അനുജത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഒരു അവസരം നൽകിയത് തീർച്ചയായും ജീവിതത്തിൽ പടച്ചവൻ ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവും തൗഫീഖുമാണ്. കാരണം ഒരു കാര്യം പഠിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും സാധിക്കുന്ന വിഷയമല്ല. അത് മേലായ റബ്ബിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യവും അവൻ്റെ തൗഫീഖും കൊണ്ട് മാത്രമേ ദീനീപരമായ വിദ്യാഭ്യാസം ഒരു മനുഷ്യനിക്കും നേടാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് ചുറ്റും ധാരാളക്കണക്കിന് സഹോദരിമാരും സുഹൃത്തുക്കളുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ധാരാളം ലഭിച്ചിട്ടും അതിലേക്കൊന്നും പ്രത്യേകിച്ചൊരു താല്പര്യം വരാത്തതിൻ്റെ പിന്നിലുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം പടച്ചവൻ ഇതുപോലെയുള്ള തൗഫീഖ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. അല്ലാഹു അലം. ഏതായാലും ഇൽമിയായ ശർഈയായ വിജ്ഞാനം നേടാൻ സാധിക്കുക എന്നുള്ളത് പടച്ചവൻ നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. ആ ഒരു തൗഫീഖ് ലഭിച്ചവരാണ് നമ്മളെല്ലാവരും എന്ന ഒരു നിയ്യത്തോടു കൂടിയായിരിക്കണം ആദ്യമായി ഏതൊരു പഠന സംരംഭവും തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. വളരെ പ്രസക്തമായ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്കെല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരുന്ന പടച്ചതമ്പുരാനെ ശരിയാം വണ്ണം മനസ്സിലാക്കി അവനിലേക്ക് നന്നായി അടുക്കുവാനും നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ മാറ്റിത്തരാനും ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ പഠിക്കുന്ന സന്ദർഭത്തിൽ ആ വലിയൊരു മാറ്റമുണ്ടാകും എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പഠനം ആരംഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാം, എല്ലാ പഠനവും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് നീ അറിയുക. ആ ആയത്തിൽ തുടങ്ങുന്നത് ഫഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണമെന്നാണ്. ആരെയാണ് അറിയേണ്ടത്? നമ്മൾ ആരെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് റബ്ബിനെ ശരിക്കും അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ അറിയേണ്ടത്. അങ്ങനെ അറിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കഴിവ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ തവക്കുലും അള്ളാഹുവിനോടുള്ള സ്നേഹവും നമ്മുടെ പറഞ്ഞുവല്ലോ ദുനിയാവിയായ ഉഖറവിയായ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞ് തേടുവാനും നമ്മുടെ ജീവിതത്തെ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള മാനസിക പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറണമെങ്കിൽ അതെങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുക്കേണ്ടത്? അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഏത് നാമമാണ് ഞാൻ പഠിച്ച് എൻ്റെ ആവശ്യങ്ങൾ റബ്ബിനോട് നിവർത്തിക്കേണ്ടത്? ഏത് നാമങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയേണ്ടത് എന്ന ആ ഒരു വിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയൊരു മാറ്റം. ഖുർആൻ പറഞ്ഞുവല്ലോ, സൂറത്ത് ത്വാഹയിലെ 8-ാമത്തെ ആയത്ത്, സൂറ അൽ ഹഷറിലെ 24-ാമത്തെ ആയത്തിലും അല്ലാഹ് പറയുന്നുണ്ട്, ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മാത്രമാവുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. വേറൊരാൾക്കും അതുപോലുള്ളൊരു നാമം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. വേറൊരാൾക്കും ആ ഒരു നാമം നമുക്ക് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്? അഗ്റാഫിലെ 150-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹ, വലില്ലാഹി,
അള്ളാഹുവിന് മാത്രമാവുന്നു അൽ അസ്മാൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. ഫദ്ഉഹു ബിഹ, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. കുറെ വേറെ സ്ഥലത്ത് പറയുന്നു, അൽ ഇസ്രായിലെ 110 ആയത്തിൽ ഖുലിദുല്ലാഹ അവിദു റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാൽ ഹുസ്ന. നബിയെ, താങ്കൾ പറയുക, ഉദുല്ലാഹ, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക, അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാൽ ഹുസ്ന, ഏതു തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും, അള്ളാഹുവിൻ്റെ ഏത് നാമം നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിനുള്ളതാവുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. സൂറ അൽ ഇസ്രായിലെ 110 ആയത്താണ്. ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം പുകഴ്ത്തലിൻ്റെയും പ്രശംസയുടെയും മഹത്വപ്പെടുത്തലിൻ്റെയും നാമങ്ങളാണ്. അതിനാലാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്ന, ഏറ്റവും നല്ലത് എന്ന് പറയാനുള്ള കാരണം. അപ്പം ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ നാമങ്ങളായി ഖുർആനിൽ പല പേരും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സുന്നത്തിലും വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആ പേരുകളിലെ പദങ്ങളിലും ആശയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ നാമങ്ങളെ പരിമിതപ്പെടുത്തണം. അതിനാണ് അസ്മാ ഉല്ലാഹു തൗഖീഫിയ എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഖുർആൻ പറയുന്നല്ലോ, വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അൽ ഇസ്രായിലെ 36 ആയത്താണ്. അപ്പോൾ ഖുർആനിലും ഹദീസിലും ഏതൊക്കെ പേരാണോ അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ എന്താക്കണം? പരിമിതപ്പെടുത്തണം. അതിനപ്പുറത്തേക്ക് ഒരു പേരോ ഒരു വിശേഷണമോ ഒരു വിശദീകരണമോ ഒന്നും കൊടുക്കാനേ പാടില്ല. നോക്ക് നിങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള ഇഹ്സാ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റബ്ബിൻ്റെ നാമങ്ങളെ ഇഹ്സാ ചെയ്യുക എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ നാമങ്ങളെ പിന്നെ ഇഹ്സാ ചെയ്യുന്നവർക്ക്, ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണ്. അള്ളാഹുവിൻ്റെ പേരുകളെ ഇഹ്സാ ചെയ്യുന്നവർക്ക് അവൻ സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം മുസ്ലിമിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദൻ മൻ അഹ്സാഹാ ദഖൽ ജന്ന. തീർച്ചയായിട്ടും അള്ളാഹുവിന് 99 പേരുകളുണ്ട്, 100ൽ 1 ഒഴിവ്. വല്ലവനും അവയെ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇതാണ് ഹദീസ്. ആ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രാമാണികമായി പറഞ്ഞ ഒരു കാര്യം, അവയിൽ ഏറ്റവും ബലപ്പെട്ടത് ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാ പറഞ്ഞ ഒരു വിഷയമാണ്. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഇഹ്സാ ചെയ്യുക എന്ന് പറയുന്നത് അത് ചില മർത്തബകൾ, ചില പദവികളാണ്. അതൊന്ന്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയും മനഃപ്പാടമാക്കുകയും ചെയ്യുക ഒന്നതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എത്രയാണോ അത് എണ്ണിത്തിട്ടപ്പെടുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് മനഃപ്പാടമാക്കുക. രണ്ടാമത്തേത് ഇഹ്സാ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥവും തേട്ടവും അറിയുക. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമാണെന്ന് പറഞ്ഞാൽ അലീമിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ആ അലീം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആശയം എന്താണ്, ആ അലീം ഞാൻ പഠിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടത്, ഞാൻ അലീമിലൂടെ അള്ളാഹുവിനെ എങ്ങനെയാണ് അറിയേണ്ടത് എന്ന് ആ പദത്തിൻ്റെ തേട്ടവും അർത്ഥവും മനസ്സിലാക്കുക. മൂന്നാമത്തേത് അവ കൊണ്ട് ദുആ ചെയ്യുക. നമ്മൾ പറഞ്ഞുവല്ലോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹ, അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേര് കൊണ്ട് അവന് നിങ്ങൾ വിളിച്ചോളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കുറേ ഷുറൂത്തുകൾ, കുറേ അദബുകളും നിബന്ധനകളും പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരാൾ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. അത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. അപ്പോൾ ഈ 3 കാര്യമാണ് ഇഹ്സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ധാരാളക്കണക്കിന് നാമങ്ങളുണ്ട്. നമ്മൾ സാധാരണ പഠിച്ച് അറിഞ്ഞു വെച്ചിട്ടുള്ളത് 99 നാമങ്ങളാണ്. പക്ഷെ അവിടെയല്ല നമ്മൾ ആ വിഷയത്തെ ക്ലിപ്തപ്പെടുത്തേണ്ടത്. നമുക്കൊരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ വിഷയം. ഇമാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, ഒരു ദുആ ഇപ്രകാരമാണ്: അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫി കിതാബിക ഔ ഇസ്തഗ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക.
അസ്അലുക, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക, നിന്റെ നീ നിന്റെ നഫ്സിന് പേര് വെച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച പേരുകൾ. ഇനിയോ ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, രണ്ടാമത്തെ നിന്റെ സൃഷ്ടികളിൽ ഒരാളെ പഠിപ്പിച്ച പേരുകൾ. അപ്പൊ രണ്ടായിപ്പോ, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം വെച്ച പേരുകൾ, രണ്ടാമത്തേത് പിന്നെ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫി കിതാബിക, അതല്ലെങ്കിൽ നിന്റെ അടുക്കലുള്ള അദൃശ്യജ്ഞാനത്തിൽ നീ നിനക്ക് പ്രത്യേകമാക്കിയ നിനക്കുള്ള എല്ലാ പേരുകളും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിട്ട് വേറെ ആരെയും അറിയിച്ചു കൊടുക്കാതെ ചില പേരുകൾ പ്രത്യേകമാക്കി വെച്ചിട്ടുണ്ട്. ഔ ഇസ്തഗ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക, അതല്ലെങ്കിലോ നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ട്, നിനക്ക് പ്രത്യേകമാക്കിയ നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ടും നിന്റെ അടുക്കലുള്ള അദൃശ്യ ജ്ഞാനത്തിൽ നീ പ്രത്യേകമാക്കിയ ഇപ്പറയപ്പെട്ട പേരുകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ സാധാരണ പറയുന്ന പോലെ 99 മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ നിർത്തുന്നില്ല. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളത് 99 പേരുകളാണ്. അതല്ലാത്ത റബ്ബ് സുബ്ഹാനഹു വ തആല അദൃശ്യമാക്കി വെച്ചിട്ടുള്ള, പ്രവാചകനിക്കോ ഖുർആനിലോ മറ്റാർക്കോ പഠിപ്പിച്ചു കൊടുക്കാത്ത പല പേരുകളും അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അതുകൊണ്ടാണ് അസ്അലുക ബികുല്ലിസ്മി ഇൻ എന്ന് പറയുന്ന കാരണം. എല്ലാ നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഇൻഷാ അള്ളാഹ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളും കടന്നു വരുന്ന സന്ദർഭത്തിൽ ഈ പറയപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ മുഖവുര ഞാൻ ദീർഘിപ്പിക്കാതെ വളരെ ചുരുക്കി സംസാരിക്കുന്നത്. ഏതായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അള്ളാഹുവിനെ കൂടുതലായിട്ട് അറിയാനും നമുക്ക് അള്ളാഹുവിലേക്ക് ധാരാളമായി അടുക്കുവാനും ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയാനും ഉഖ്റവിയായ കാര്യങ്ങൾ നന്നാക്കി കിട്ടാനും നമ്മുടെ ദുനിയവിയായ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കാനും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് റബ്ബിനോട് ചോദിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളുടെ അർത്ഥം പഠിക്കണം, ഒപ്പം അത് മനഃപ്പാടമാക്കണം. ആ പദങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന തേട്ടം, അതിൻ്റെ ആശയവും മനസ്സിലാക്കണം. ഇതാണ് നമ്മളൊരു അസ്മാ അല്ലാഹുൽ ഹുസ്ന പഠിക്കുന്ന സന്ദർഭത്തിൽ ആമുഖമായി മനസ്സിലാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ നന്നായി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ തേട്ടം അറിഞ്ഞ് ജീവിക്കാനും ആ നാമങ്ങളിലൂടെ പഠിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഖൈറുകളും ബർക്കത്തുകളും എല്ലാം ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.